വചനം നിന്റെ അകത്തേക്ക് കയറട്ടെ, വചനം നിന്റെ അകത്തേക്ക് കയറട്ടെ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവൈത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും, പ്രാണൻ ആത്മാവ് സന്ധിമജ്ജ ശരീരത്തിലാണല്ലോ, നിന്റെ പ്രാണനെയും നിന്റെ ആത്മാവിനെയും നിന്റെ ശരീരത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയെ സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം. ഒരു സാധാരണക്കാരനെ പോലെ 100 കൊല്ലം ജീവിക്കുന്നതിനേക്കാളും സ്തേഫാനോസിനെ പോലെ ദൈവ മഹത്വത്തിൽ ഒരു മിനിറ്റ് നിന്നിട്ട് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുന്നത് ആ ഭാഗ്യാവസ്ഥ. നിന്റെ തണുത്ത ആത്മീക ജീവിതം മതി, നിന്റെ ഉറക്കം തൂങ്ങുന്ന ക്രിസ്തീയ ജീവിതം മതി. ഇന്നൊരു പുതിയ ആത്മനിറവിനായി കൊതിക്കുക. ഇന്നൊരു പുതിയ ആത്മനിറവ് പ്രാപിച്ചാൽ നീ ഡയറക്റ്റ് UK-യിൽ നടക്കുന്നത് എന്താണെന്ന് കാണുമെന്നല്ല, USA-യിൽ നടക്കുന്നത് എന്താണെന്ന് കാണുമെന്നല്ല, തുറക്കപ്പെട്ട സ്വർഗവും ദൈവ മഹത്വവും നീ കാണാൻ പോകുകയാണ്. ദൈവമഹത്വം കണ്ടവനെ വരട്ടാൻ പറ്റത്തില്ല. ദൈവമഹത്വം കണ്ടവനെ തീർത്ത് കളയുമെന്ന് പറഞ്ഞാലൊന്നും രക്ഷയില്ല. അവനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാലൊന്നും പേടിക്കത്തില്ല. കാരണം അവൻ ജീവനുള്ള പുത്രനെ കണ്ടവനാണ്.